സോ ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ മെയിൻ്റെനൻസ് കഴിഞ്ഞിട്ട് ഈ ഫുട്ബോൾ തുറക്കാൻ പോവുകയാണ്. എന്തെങ്കിലും വന്നിക്കണോന്ന് നോക്കി നോട്ട്. അപ്പോൾ ആദ്യം ലോഗിൻ ബോണസ് കോയിനുണ്ട് നമുക്ക്. നമുക്ക് 300 കോയിൻ വെറുതെ കിട്ടുന്നു. കൊനാമിയുടെ അപ്ഡേറ്റ് കൊള്ളാം. ഒരു 10 കോയിനാണ് ഡെയിലി വെച്ചിട്ട് 10ഉം പിന്നെ ലാസ്റ്റിക്ക് 4 ദിവസം 50 കോയിനും വെച്ചിട്ടാണ് നമുക്ക് തരുന്നത്. നമ്മൾ ഡെയിലി ഗെയിം അടിക്കുന്നു. ഡോഗ്ബയുടെ പാക്ക് നമുക്ക് കിട്ടിയതാണ്. ഇത് വലിയ സർക്കാർ ആവേശമൊന്നുമില്ല. പിന്നെ നമുക്ക് നല്ല പാക്ക് വന്നിക്കണമെന്നൊന്ന് നോക്കണം. പാക്ക് നോക്കുമ്പോൾ നമ്മുടെ വന്നു പോയ പാക്ക് തന്നെയാണ് കൊണ്ടുവന്നത്. നമ്മൾ റൊണാൾഡീനിയോൻ്റെ പാക്ക് കൊള്ളറൊക്കെ ഉള്ള ഇത് വന്നു പോയ പാക്ക് തന്നെയാണ്. റൊണാൾഡീനിയോ നോക്കുകയാണെങ്കിൽ ആളൊരു ഹോൾ പ്ലെയർ സ്റ്റൈലാണ്. നമുക്ക് ലെഫ്റ്റ് വിങ് ആയിട്ടും AMF ആയിട്ടും CMF ആയിട്ടും ഉപയോഗിക്കാം. നല്ല സ്റ്റാറ്റസ് പിന്നെ അടിപൊളി തന്നെയാണ്, പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ റൈറ്റ് ബാക്ക് ഒരു അറ്റാക്കിംഗ് ഫുൾ ബാക്കാണ് വന്നത്. നമുക്കൊരു RMF ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. അറ്റാക്കിംഗ് ഫുൾ ബാക്ക് പറയുമ്പോൾ ഒരു RMF RB ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ കൊള്ളർ ബുള്ളറ്റ് ഹെഡറാണ്. ആളുടെ ഹൈറ്റ് തന്നെ നമ്മൾ എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. 202 സെൻറ്റിമീറ്ററാണ് നമുക്കൊരു ഹൈറ്റ്. CF ആയിട്ട് തന്നെ കളിപ്പിക്കണം. വേറൊരു പൊസിഷനിൽ ഇടുന്നതിന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. CFൽ തന്നെ കളിപ്പിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ എന്തായാലും നമുക്ക് പ്ലെയർ ഓഫ് ദി വീക്ക് ഒന്ന് പോയി നോക്കാം. പ്ലെയർ ഓഫ് ദി വീക്ക് വിർജിൽ വാൻ ഡിക്. ഇത് വന്നു പോയ കാർഡുകൾ തന്നെയാണ്. വിർജിൽ വാൻ ഡിക്, ഡിമാർക്കോ, ജാവോ നവാസിൻ്റെ ഒരു ബോക്സ് ടു ബോക്സ് കാർഡ് നമ്മളെ കൈക്കുണ്ട്. ഇത് റൈറ്റ് ബാക്കാണ്, അറ്റാക്കിംഗ് ഫുൾ ബാക്ക്. പിന്നെ ലെവൻഡോസ്കിയുടെ ഒരു കാർഡ് ഗോൾ പൗച്ചർ. ലെഫ്റ്റ് വിങ് റോഡ്രിഗോ, കുഴപ്പമില്ല, നല്ല കാർഡുകൾ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. കമവിങ്കൻ്റെ ഒരു AMF കാർഡ് ഉണ്ട്. ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ്. ലെഫ്റ്റ് ബാക്ക് നിൽക്കും, പക്ഷെ ഒരു ക്രിയേറ്റീവ് പ്ലേ മേക്കർ പറയുമ്പോൾ നമ്മളൊരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് സെൻട്രൽ മിഡ്ഫീൽഡ് കളിപ്പിക്കുന്നതാണ് നല്ലത്. റാഫേലിയോടെ ഒരു കാർഡ് വേണമെന്നുണ്ട്. ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ്, സെക്കൻഡ് സ്ട്രൈക്കർ. ഒരു കുഴപ്പമില്ലാത്ത ഇത് തന്നെ കൊണ്ടുവന്നത് പ്ലെയർ ഓഫ് ദി ബാക്ക്. റാഫേലിയോ ലോങ് റേഞ്ച് ഷൂട്ടിങ് സ്കില്ല് കൊടുത്തിക്കണ്. ജാവോ നവാസിന് ഫസ്റ്റ് ടൈം ഷോട്ട് കൊടുത്തിക്കണ്. ക്ലൂവർട്ടിന് ത്രൂ പാസിങ്ങും സ്കില്ലായിട്ട് കൊടുത്തിക്കണ്. അപ്പോൾ ഇനി നമുക്ക് മാച്ചിലൊക്കെ എന്തൊക്കെയാണ് വന്നിക്കണമെന്ന് നോക്കാം. വേൾഡ് കപ്പ് 25 ഫിഫയുടെ ടൂർണമെൻറ്റ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഇന്ത്യൻ ടീമാണ് ചോയ്സ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയാം. നമ്മൾ ഏഷ്യ എടുക്കുക, നാഷണൽ എടുക്കുക. ഇന്ത്യ ആണ് ചോയ്സ് ചെയ്യുന്നത് ഏറ്റവും നല്ലത്. ഇന്ത്യ തന്നെ ചോയ്സ് ചെയ്യണം. അപ്പോൾ ഇന്ത്യ നമ്മൾ ചോയ്സ് ചെയ്തിട്ടുണ്ട്. റൗണ്ട് 1 നമുക്ക് GP ആണ്. റൗണ്ട് 2 50 കോയിനുണ്ട്. റൗണ്ട് 3 റാങ്കിങ് ആണ്, അത് വന്നിട്ടില്ല. റാങ്കിങ് ടോപ്പ് 10 എത്തിയാൽ നമുക്കറിയാമല്ലോ സ്പോർട്സിൻ്റെ ഇതിലൊക്കെ കയറാൻ പറ്റും. പിന്നെ ഈ ഫുട്ബോൾ PvP 250 തീർക്കാനുണ്ട്. അപ്പോൾ ഇന്ന് വന്നതും കഴിഞ്ഞ തിങ്കളാഴ്ചക്കത്തും തീർത്തിട്ടില്ല. പിന്നെ പ്ലെയർ ഓഫ് ദി വീക്ക് തീർക്കാനുണ്ട്. പിന്നെ ഈ ഫുട്ബോൾ ലീഗ് നമ്മൾ ഡിവിഷൻ 3 ആണ്, അതൊന്ന് ബിൽഡ് ചെയ്ത് കൊണ്ടുവരേണ്ട ആവശ്യം കൂടിയുണ്ട്. പിന്നെ മിഷൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ 25 വന്ന് നമുക്ക് ക്ലിയർ ഒബ്ജക്റ്റീവായിട്ടൊരു അഡ്വാൻസ് സ്കില്ല്, റാൻഡം ബൂസ്റ്റർ കാർഡൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് മിഷൻസ് തീർക്കാനുള്ളതും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ലാത്ത നല്ലൊരു മെയിൻ്റെനൻസ് ആയിരുന്നു ഇന്ന് ഉണ്ടായത്.
അപ്പോൾ ഗായ്സ് 300 രൂപ സ്പെഷ്യൽ ലോഗി ബോൺസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ക്യാമൻ ഒബ്ജക്റ്റീവായിട്ട് സ്കിൽ ട്രെയിനിങ് ഒന്നും കൊടുക്കുന്നുണ്ട്. 12 ഡേ ആണ് കേട്ടോ ഫിഫയുടെ ഇതുള്ളത്. അപ്പോൾ ഹലോ ഗായ്സ്, നമ്മൾ ഇതോടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, മാക്സിമം നിങ്ങൾ ഷെയറും ചെയ്യണം. നമ്മുടെ സബ്സ്ക്രൈബ് കൗണ്ടൊക്കെ വളരെ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ആകെയുള്ള പ്രതീക്ഷ.